തെറ്റിപ്പിക്കുന്ന ചില കാറ്റുകൾ നമുക്ക് നേരെ അടിക്കാം. ഹല്ലേലൂയ. നീ എത്തേണ്ട ഇടത്ത് നിന്നെ എത്തിപ്പിക്കാതെ വണ്ണം, ഹല്ലേലൂയ, നിന്റെ ലക്ഷ്യത്തെ, നിന്റെ യാത്രയെ, നിന്റെ ഗമനത്തെ തെറ്റിപ്പിക്കുന്ന ഈശാലമൂലൻ പോലുള്ള കാറ്റുകൾ. സ്തോത്രം. ദൈവത്തിന് ആത്മാവ് പറയുന്നു, അങ്ങനെയുള്ള ചില കാറ്റുകളെ ഇന്ന് ദൈവം ശാസിക്കാണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. തലമുറകളെ തെറ്റിപ്പിക്കുന്ന, ലക്ഷ്യം തെറ്റിപ്പിക്കുന്ന, ഹല്ലേലൂയ, അവരുടെ ലക്ഷ്യബോധത്തെ ഇല്ലാതാക്കി കളയുന്ന, അവർക്ക് ഹല്ലേലൂയ മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ വണ്ണം ആശയക്കുഴപ്പത്തിലാക്കുന്ന, കൺഫ്യൂഷനിൽ കൊണ്ടിടുന്ന അങ്ങനെയുള്ള ചില കാറ്റുകൾ, ചില ഈശാനമൂല കാറ്റുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ നിന്ന്, ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ സകല ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ നീങ്ങിപ്പോണെന്ന് കൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ചില ഈശാനുമുല കാറ്റുകൾ ഹല്ലേലൂയ നിനക്കെതിരായിട്ട്, നിന്റെ തലമുറക്കെതിരായിട്ട്, നിന്റെ നന്മകൾക്കെതിരായി, നിന്റെ ആരോഗ്യത്തിനെതിരായിട്ട്, ഹല്ലേലൂയ, ആമേൻ, ശത്രുവായൻ കൊണ്ടിരുന്ന ചില പ്രതിസന്ധികൾ, ചില പോരുകൾ, ചില പോരാട്ടങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, നിന്നെ വ്യതിചലിപ്പിക്കുന്ന, നിന്റെ ലക്ഷ്യബോധം തെറ്റിപ്പിക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. റബാന ശഖമാന റിയധീനയം ധരാധന. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. അൺകൺട്രോളബിൾ ഡയബറ്റിക്സ്. ഹല്ലേലൂയ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഷുഗർ ലെവലുകൾ ഇങ്ങനെ കൂടുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ചിലതൊക്കെ അഴിച്ചു പണിയാണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ലൈഫ് സ്റ്റൈൽ ഇതിനെ മാറ്റാണ്ടി പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. സ്തോത്രം. ഹൈ BP, ആമേൻ. സ്തോത്രം. ബ്ലഡ് പ്രഷർ കൂടുന്നത്, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹൈ ആയി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ ഓരോ വ്യക്തികളുടെ മേലും സ്പർശിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇപ്പോൾ തന്നെ കർത്താവ് ചില വിടുതലുകൾ അങ്ങ് ദൂരെ, അങ്ങ് വിദേശത്തായിരിക്കുന്ന നിന്റെ ചാർച്ചക്കാരെ, നിന്റെ ബന്ധുമിത്രാദികളെ, നിന്റെ രക്തബന്ധങ്ങളെ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം തൊടുകയാണ്. പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് സൗഖ്യമാക്കാണ്ടി പോവുകയാണ്. ചില ഈശാനമുല കാറ്റ് നിമിത്തം ഹല്ലേലൂയ ആടി ഉലയുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്. നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവ്. നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു. Hallelujah, hallelujah, hallelujah. We give you the glory, Father Lord. Hallelujah. We worship your holy name. Hallelujah. നമുക്ക് ആരാധിക്കാം. Hallelujah. We worship you, Lord Jesus. Hallelujah. You are worthy to pray. You are worthy to receive our praises. Hallelujah. ഞങ്ങളുടെ സ്തുതികൾക്കും പുകഴ്ചകൾക്കും അങ്ങ് യോഗ്യനാകയാൽ അതിന്റെ 19ാമത്തെ വാക്യം വായിക്കും. ഇയ്യോബ് 9:19. ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ, ന്യായവിധി വിചാരിച്ചാൽ ആർ എനിക്ക് അവധി നിശ്ചയിക്കും.
ഇയ്യോബ് 9:19 വായിച്ചത്. നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും? ഞാൻ ആ. ഉമിനീർ ആ. ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും. ഒരു സെക്കൻഡ്. അവിടെ എവിടെയെങ്കിലും ഒരു കാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും? 17 കൊടുങ്കാറ്റ് കൊണ്ട് അവൻ എന്നെ തകർത്തുവല്ലോ, കാരണം കൂടാതെ എന്നെ പുറകോടെ പെരുക്കുന്നു. ഓക്കെ, അവിടെ പറയാം, കൊടുങ്കാറ്റ് കൊണ്ട് അവൻ എന്നെ തകർത്തുവല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇയ്യോബ് 27-ാം അധ്യായം, 27-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു, രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു, കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പൊയ്പോകുന്നു, അവന്റെ സ്ഥലത്ത് നിന്ന് അത് അവനെ പാറ്റിക്കളയും. അവിടെ പറയുന്നു, രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കളയും. ഹല്ലേലൂയ. രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കളയും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എ വിൻഡ് ദാറ്റ് സ്റ്റീൽസ് ഹിം അവേ. ആമേൻ. കവർന്നു കളയുന്ന കാറ്റ്. ഹല്ലേലൂയ. കവർന്നു കളയുന്ന കാറ്റ്, നിന്നിൽ നിന്ന് പലതും കവർന്നു കളയുന്ന, മോഷ്ടിക്കുന്ന. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നന്മകളെ, സമാധാനത്തെ കവർന്നു കളയുന്ന, ആരോഗ്യത്തെ കവർന്നു കളയുന്ന, അവൻ നിന്റെ പ്രമോഷൻ, നിന്റെ ഉയർച്ചയെ കവർന്നു കളയുന്ന, അവൻ നിന്നെ ഒതുക്കി നിർത്തുന്ന, അവൻ അങ്ങനെയുള്ള ചില കാറ്റുകൾ. ഹല്ലേലൂയ. കവർന്നു കളയുന്ന കാറ്റ്. ഹല്ലേലൂയ. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടു, ലക്ഷ്യത്തെ തെറ്റിപ്പിക്കുന്ന കാറ്റ്. ഹല്ലേലൂയ. ആമേൻ. ലക്ഷ്യബോധമില്ലാതെ പോണം അവൻ ഇരുട്ടിൽ തപ്പുന്നവനെ പോലെ നിന്നെ ആക്കി തീർത്തും. ആമേൻ. ഇവിടെ പറയുന്നു, കവർന്നു കളയുന്ന കാറ്റ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ള കാറ്റുകളെ അവൻ നമ്മൾ പ്രാർത്ഥിച്ച് ശാസിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള കാറ്റുകളെ ശാസിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും സ്തോത്രം, അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന നന്ദി പറയുന്നു. ചില വീടിന്റെ അകത്തിൽ നിന്ന് അവൻ കവരുന്ന, ഹല്ലേലൂയ, നന്മകളെ കവരുന്ന, ആരോഗ്യത്തെ കവരുന്ന, സമാധാനത്തെ കവരുന്ന. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. പലപ്പോഴും ക്ഷീണം കൊണ്ടിട്ട്, മടുപ്പ് കൊണ്ടിട്ട്, ആമേൻ, ആരോഗ്യത്തെ യേശുവിന്റെ നാമത്തിൽ ജയം കൊടുക്കും. മടുപ്പ് കൊണ്ടിട്ട് പോരാടുന്ന ശത്രുവിന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വണ്ണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിന്നെ ഉറക്കിക്കളയുന്ന, ആമേൻ, ശത്രുവിന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകണം. നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. മടുപ്പ്, കർത്താവിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. അപ്പം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കാൻ നേരത്തെ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? മടുപ്പുണ്ടാകാൻ സാധ്യത അല്ലെ? മനസ്സ് പറയും പ്രാർത്ഥിക്കാൻ, ശരീരം പറയും ഒന്ന് വിശ്രമിക്കാന്ന് പറയും, അല്ലെ? പ്രാർത്ഥിക്കാൻ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറയും, പ്രാർത്ഥിക്കും. പക്ഷെ ശരീരം പറയും, അല്ല, ഒരല്പം വിശ്രമം കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ.
ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ആമേൻ. എന്റെ അനുഭവം ഞാൻ പറയാം. പിന്നെ എപ്പോഴും ദൈവാത്മാവ് അങ്ങനെ തന്നെ നമ്മൾ സംസാരിക്കും. പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മളോട് ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന് ആത്മാവ് പറയും, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കാൻ സമയം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പ്രാർത്ഥിച്ചാൽ മടുത്തു പോകും, മടുപ്പുണ്ടാകും, അല്ലെ? സ്തോത്രം. ചില വീടുകളിൽ പ്രാർത്ഥിക്കുന്നത് സീരിയലൊക്കെ കണ്ട് ഒരു 8:30 കഴിയുമ്പോഴത്തേക്കാണ് പ്രാർത്ഥിക്കുന്നത്. 8:30 9 മണിയൊക്കെ കഴിഞ്ഞ് സീരിയലും കണ്ട് എന്താണ് സ്ത്രീജന്മോ അങ്ങനെയൊക്കെ ഏതൊക്കെ സീരിയലിന്റെ പേരൊക്കെ ഉണ്ട് കുറെ. ആമേസ്തോത്രം. ഇതൊക്കെ കണ്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കും. ചിലർ വീട്ടിൽ പണ്ട് നമ്മുടെ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു, ലോ ഷെഡിങ്. ഈ ലോ ഷെഡിങ്ങിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ വീട്ടിലും പ്രാർത്ഥന ഉയരുന്നേക്കാം. കേരളത്തിൽ ലോ ഷെഡിങ് പവർ കട്ട് 1/2 മണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നു. ഈ പവർ കട്ടിന്റെ സമയത്ത് വണ്ടി കയറ്റൊന്നും നമ്മുടെ ചുറ്റുപാടൊന്നും ഓടുകയാണെങ്കിൽ ഈ വിശ്വാസികളും ഒക്കെ ഉള്ള വീടുകളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്ന കേൾക്കാം. ആമേൻ. സ്തോത്രം. ഇന്ന് ലോ ഷെഡിങ് ഇല്ല, അതിന് പ്രാർത്ഥനയില്ല. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ആമേൻ. വില കൊടുക്കണം. വില കൊടുത്താൽ വിലപ്പെട്ട ദൈവം നിനക്ക് തരും. ആമേൻ. വില കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വിലപ്പെട്ടത് തരും. ഹല്ലേലൂയ. അപ്പൊ മടുപ്പ് വരാം, നമ്മുടെ എല്ലാവരും ചുറ്റും മടുപ്പ് വരാം. മടുപ്പ് വരാം, എല്ലാവർക്കും മടുപ്പ് വരാം, അല്ലെ? നമ്മളെല്ലാവരും ഗ്രാഫ്, സ്പിരിച്വൽ ഗ്രാഫ്, ആത്മീയ ജീവിതത്തെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ആരുടെയും ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നേരെ വീറിട്ടോ പോകത്തില്ല. എപ്പോഴും ഇങ്ങനെ ഒരു എന്താണ് അപ്പ് ആൻഡ് ഡൗൺസ് കാണും. അവൻ ശുശ്രൂഷയിൽ മടുത്തുപോയ അല്ലെങ്കിൽ ജീവിതത്തിൽ മടുത്തുപോയ പലരുമുണ്ട്. മോശ പറഞ്ഞു, എനിക്ക് ജനത്തെ ഇനി നയിക്കാൻ വയ്യ, നീ ഇനി എന്നെ എടുത്തോളാനാ പറഞ്ഞത്, എനിക്ക് മരിച്ചാൽ മതി എന്ന് മോശ പറഞ്ഞു. അവൻ സ്തോത്രം. എനിക്ക് ജനത്തെ ഇനി നയിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് ഭയങ്കര ദുശാഠ്യമുള്ള ജനമാണ്, ഇവര് നിനക്കെതിരെ പിറുപിറുക്കുന്നു, എനിക്കെതിരെ പിറുപിറുക്കുന്നു, ഇനി എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അവൻ സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യോന ഒരു ചൂരച്ചെടി ചുവട്ടിൽ കിടന്ന് പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി, യഹോവ എനിക്ക് മരിച്ചാൽ, നിനവേലേക്ക് എനിക്ക് പോകണ്ട, എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ. അങ്ങനെ മടുപ്പിക്കുന്ന പല സാഹചര്യങ്ങൾ വന്നേക്കാം, നിന്നെ മടുപ്പിക്കുന്ന. ഹല്ലേലൂയ. പക്ഷെ അവിടെ എങ്ങും മടുത്തു പോകരുത്. ഒന്ന് പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ, ഞാൻ മടുക്കത്തില്ല എന്ന് പറ. ഹല്ലേലൂയ. ഞാൻ മടുക്കത്തില്ല എന്ന് പറ. ഹല്ലേലൂയ. ആമേൻ. നീ മടുത്തു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവൻ ഇങ്ങനെ മടുപ്പിക്കുന്ന ചില പൈശാചിക പോരുകൾ. അപ്പൊ ഇങ്ങനെ മടുപ്പുകൾ സംഭവിക്കാം. ഭക്തന്മാരുടെ ജീവിതത്തിൽ എല്ലാം മടുപ്പുകൾ വന്നിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അവൻ ഏലിയോ പേടിച്ചുപോയി. ആര്? ഇസബേലിന്റെ വെല്ലുവിളിയെ ഏലിയോ പേടിച്ചുപോയി. അവൻ ചില വെല്ലുവിളികളായിരിക്കും നിന്നെ പേടിപ്പിക്കുന്ന പലതും കണ്ടേക്കാം നിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അവൻ ഏലിയാവ് എന്തിനാ പേടിച്ച? മരണത്തെയാ പേടിച്ചത്. ഇസബേൽ നാളെ ഈ സമയം നിന്റെ തല കാണത്തില്ലെന്ന് പറഞ്ഞു ഏലിയോ പേടിച്ചുപോയി. പക്ഷെ ഹല്ലേലൂയ, അവൻ ഒരു ദൂതൻ വന്ന് ഏലിയാവിനെ ബലപ്പെടുത്തി, എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇനിയും യാത്രയുണ്ട് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഏലിയാവ് ബലപ്പെട്ടു. ഹല്ലേലൂയ. ദൂതൻ വന്ന് അപ്പവും വെള്ളവും കൊടുത്ത് അത് ഭക്ഷിച്ച് അത് കുടിച്ച് ഏലിയാവ് ബലപ്പെട്ടു. അവൻ ഏലിയാവ് എന്തിനെ ഭയപ്പെട്ടുവോ അത് ഏലിയാവ് കണ്ടില്ല. ഏലിയാവ് മരണത്തെ പേടിച്ചത്, പക്ഷെ ഏലിയാവ് മരണം കാണാതെയാണ് എടുക്കപ്പെട്ടത്. ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ എന്തിനെ ഭയപ്പെടുന്നുവോ അത് നീ കാണത്തില്ല, അത് നിനക്ക് സംഭവിക്കത്തില്ല, നിന്റെ തലമുറയ്ക്ക് അത് സംഭവിക്കത്തില്ല, നിന്റെ ഭാവിക്ക് അത് സംഭവിക്കത്തില്ല. നിന്റെ ഭാവി തകരുമെന്നും ഹല്ലേലൂയ, എന്റെ ഭാവി നശിക്കുമെന്നും ഹല്ലേലൂയ എന്ന് വിചാരിക്കുന്ന ചിലരോട് ദൈവത്തിൽ ആത്മാ പറയുന്നു, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് നാശത്തിന് വേണ്ടിയല്ല, അനുഗ്രഹത്തിന് വേണ്ടിയാണ്, മാന്യതയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. നിന്നിൽ കൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം കൊടുക്കും. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ.